ഇറാൻ ഹോർമുസ് കടലിടുക്ക് ഉപരോധിച്ചാൽ അത് ലോകത്തെ എങ്ങനെ ബാധിക്കും? ഏത് രാജ്യത്തെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക? ആദ്യം എന്താണ് ഈ ഹോർമുസ് കടലിടുക്ക് എന്ന് നോക്കാം. ഇറാൻ, ഒമാൻ, UAE എന്നിവയ്ക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന വെറും 33 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരു ചെറിയ പ്രദേശമാണിത്. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ ഏകദേശം 20% കടന്നുപോകുന്ന ഒരു ഇടുങ്ങിയ കടൽപാതയാണിത്. അതായത് പ്രതിദിനം ഏകദേശം 1.7 കോടി ബാരൽ എണ്ണ. ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ, സൗദി അറേബ്യ, UAE തുടങ്ങി പേർഷ്യൻ ഗൾഫിലെ 8 രാജ്യങ്ങളിൽ നിന്നാണ് ഈ എണ്ണ വരുന്നത്. UAE, സൗദി അറേബ്യ, കുവൈറ്റ്, ഖത്തർ എന്നീ രാജ്യങ്ങളുടെ എണ്ണ കയറ്റുമതിയുടെ 90% ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ എത്തുന്നത് ഈ പാതയിലൂടെയാണ്. ഇറാൻ ഈ വഴി തടഞ്ഞാൽ താഴെ പറയുന്ന രാജ്യങ്ങളെയാകും അത് ഏറ്റവും ദോഷകരമായി ബാധിക്കുക. ആദ്യത്തേത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ എണ്ണ ആവശ്യത്തിന്റെ 85% ഇറക്കുമതി ചെയ്യുന്നതാണ്. ഇതിൽ 60% വരുന്നത് ഇറാഖ്, സൗദി അറേബ്യ, കുവൈറ്റ്, UAE തുടങ്ങിയ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നാണ്. രണ്ടാമത് ചൈനയാണ്. പ്രതിദിനം 1 കോടി ബാരൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരാണ് ചൈന. അവരുടെ ഇറക്കുമതിയുടെ 40% ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. റഷ്യയുമായും മധ്യേഷ്യയുമായും ചൈനയ്ക്ക് പൈപ്പ് ലൈൻ ഉണ്ടെങ്കിലും അത് അവരുടെ ആവശ്യത്തിന്റെ 20% പോലും തികയ്ക്കാൻ പര്യാപ്തമല്ല. അതിനാൽ ഈ വഴി തടസ്സപ്പെട്ടാൽ ചൈനീസ് സമ്പദ്വ്യവസ്ഥ തകരും. അതിന്റെ ആഘാതം ലോകമെമ്പാടും പ്രതിഫലിക്കും. മൂന്നാമത് ജപ്പാനാണ്. ജപ്പാന്റെ എണ്ണ ഇറക്കുമതിയുടെ 90% പുറത്തുനിന്നാണ്. ഇതിൽ 75% ഈ കടലിടുക്ക് വഴിയാണ് വരുന്നത്. നാലാമത് സൗദി അറേബ്യ. സൗദിയുടെ 80 മുതൽ 90% വരെ എണ്ണ ഈ വഴിയിലൂടെയാണ് പോകുന്നത്. വെറും 10% മാത്രമാണ് ചെങ്കടൽ വഴി യൂറോപ്പിലേക്ക് പോകുന്നത്. പെട്ടെന്നൊരു ദിവസം ഒരു രാജ്യത്തിന്റെ വരുമാനത്തിന്റെ 90% നിലച്ചാൽ എന്തുണ്ടാകുമെന്ന് ആലോചിച്ചു നോക്കൂ. ഈ പാത തുറക്കാൻ സൗദി സൈന്യത്തെ ഇറക്കാൻ പോലും സാധ്യതയുണ്ട്. അത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കും. അഞ്ചാമത് പാകിസ്ഥാൻ. പാകിസ്ഥാന്റെ 90% എണ്ണയും ഹോർമുസ് വഴിയാണ് വരുന്നത്. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യമുണ്ട്. പാകിസ്ഥാന്റെ 35% ഡീസലും ഇറാനിൽ നിന്ന് അനൗദ്യോഗികമായി എത്തുന്നതാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. അതിനാൽ പാത തടസ്സപ്പെട്ടാൽ പാകിസ്ഥാൻ ഇറാനെ കൂടുതൽ ആശ്രയിച്ചേക്കാം. ഇതുകൂടാതെ ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളെയും ഇത് ബാധിക്കും. ലോകവിപണിയിൽ എണ്ണവില ബാരലിന് $150 മുകളിൽ പോകുമെന്നും ഇത് വലിയ സാമ്പത്തിക മാന്ദ്യത്തിന് കാരണമാകുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ചുരുക്കത്തിൽ, ഈ 33 കിലോമീറ്റർ പ്രദേശം ലോകത്തെ മുഴുവൻ പിടിച്ചുലയ്ക്കാൻ ശേഷിയുള്ളതാണ്.